ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു. പിന്നെ 2 ദിവസമായിട്ട് നല്ല മഴയാണല്ലോ. അപ്പോൾ ഈ മഴയത്ത് നല്ല വെറൈറ്റി ആയിട്ട് ചൂടിൽ എന്തെങ്കിലും കഴിക്കാൻ നല്ല ആഗ്രഹം ഉണ്ടാവില്ലേ? അങ്ങനെ നമ്മൾ തീരുമാനിച്ച് നല്ല കപ്പ ബിരിയാണി ഉണ്ടാക്കാന്നേ. അങ്ങനെ രാവിലെ തന്നെ മാർക്കറ്റിൽ പോയിട്ട് കപ്പയും ബീഫും വാങ്ങിയിട്ട് വന്നു കേട്ടോ. അപ്പം അതിൻ്റെ പണിയെല്ലാം തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി എന്താണെന്ന് പറഞ്ഞുതരാം. അങ്ങനെ നല്ല ഫ്രഷ് കപ്പ 2.5 കിലോ എടുത്തിട്ടുണ്ട്. അതുപോലെ 1.5 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 6-7 നല്ല വൃത്തിക്ക് കഴിക്കാനുണ്ട് കേട്ടോ. നമ്മൾ കപ്പയിൽ ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം ക്വാണ്ടിറ്റി തന്നെ ഉണ്ടാക്കും കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നല്ല ടേസ്റ്റും കൂടുതലുണ്ടാവേ. പണ്ടത്തെ ആൾക്കാരെല്ലാം ഈ മഴയത്ത് നല്ല അവില് വായിച്ചത്, കട്ടൻ ചായ, അതുപോലെ ഈ കപ്പ, കാച്ചിൽ, മധുരക്കിഴങ്ങ് അതെല്ലാം ഉണ്ടാവും കഴിച്ചിട്ടുണ്ടായത് വേവിച്ചിട്ട് കഴിക്കുന്നറിയുന്നതൊക്കെ നമ്മളെ ഉമ്മിയെല്ലാം പറയലുണ്ട്. ഇതുപോലെ എല്ലാവരും ഇങ്ങനെ വൈകുന്നേരവും ഒരുമിച്ചിരുന്നിട്ട് കഴിക്കാൻ നല്ല രസമാണെന്ന് പറയുന്നത് കേട്ടോ. ഇപ്പം പിന്നെ ഈ കൂട്ടുകുടുംബം ആവുന്നില്ലല്ലോ, എല്ലാവർക്കും ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള ഇഷ്ടം. അപ്പം ഇടയ്ക്കലും വീക്കെൻഡും കാര്യങ്ങളും കിട്ടുമ്പം ഫാമിലിയായിട്ട് ഒരുമിച്ചിട്ട് ഇങ്ങനെ ഒരുമിച്ചെല്ലാം കഴിക്കാൻ നല്ല രസമല്ലേ. അപ്പോൾ ഇതാ കപ്പ നന്നായിട്ട് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. പിന്നെ കപ്പ മുങ്ങും വിധത്തിൽ വെള്ളം എടുക്കുന്നുണ്ടേ. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അടച്ചു വെച്ചിട്ട് നല്ലപോലെ വേവിച്ചെടുക്കാം കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, ഈ വാദം ഇല്ലേ, ആമവാദം, അങ്ങനെയുള്ള വാദമുള്ളവർക്ക് ഇങ്ങനെ കിഴങ്ങ് വർഗ്ഗങ്ങൾ ഉപയോഗിക്കാൻ പറ്റുമെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൽ ഈ കപ്പ ഇങ്ങനെയുള്ള കിഴങ്ങ് സാധനങ്ങളെല്ലാം പരമാവധി ഒഴിവാക്കുന്നത് നല്ലതെന്ന് പറയുന്നിട്ടുണ്ടേ. പിന്നെ ഇടയ്ക്കൽ എങ്ങനെ കഴിക്കാം. പിന്നെ അതുപോലെ ഈ ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ് അതിനൊന്നും പ്രശ്നമില്ല കേട്ടോ. കാര്യമായിട്ട് ഒഴിവാക്കേണ്ട സാധനം ഈ റെഡ് മീറ്റാണ് കേട്ടോ. അതായത് ബീഫ്, മട്ടന് അതെല്ലാം ഇല്ലേ, അത് നല്ലപോലെ ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ടായിനി. പിന്നെ ഈ തോടുള്ള ഫുഡ് ഐറ്റംസ് ഇല്ലേ, അതായത് ചെമ്മീൻ, കൂർക്ക, അതായത് ഇളമ്പക്ക, അതുപോലെ കല്ലുമ്മക്കായ, പിന്നെ മുട്ട ഇടയ്ക്ക് കഴിക്കാം, എന്നാലും കുറച്ചങ്ങനായിട്ട് കഴിക്കാം കേട്ടോ. പിന്നെ വരുന്നത് ഈ ആട്ടപ്പൊടിയില്ലേ, ഗോതമ്പ്, അതുപോലെ മൈദ, പഞ്ചസാര, അതൊക്കെ നല്ലപോലെ ഒഴിവാക്കണം കേട്ടോ. പിന്നെ ഈ റവയും ഒഴിവാക്കുന്നത് നല്ലതാണ് കേട്ടോ. അതുപോലെ ഈ പുളിയില്ലേ, വാളംപുളി, കുടംപുളി, അത് പിന്നെ തക്കാളീൻ്റെ പുളി കുഴപ്പമില്ലേ, അതെല്ലാം ഒഴിവാക്കണം കേട്ടോ. പിന്നെ വരുന്നത് ഈ പാലുൽപ്പന്നങ്ങളാണ്, അതും നല്ലപോലെ ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ ഈ മൈദ കൊണ്ടുള്ള ബേക്കറി ഐറ്റംസ് ഇല്ലേ, അത് ഒട്ടും കഴിക്കാൻ വളാറുണ്ടായിരുന്നു കേട്ടോ. ബേക്കറി ഐറ്റംസും അതുപോലെ ഈ ഫ്രൈ ചെയ്യുന്ന ഈ ഫിഷ് ഫ്രൈ, മറ്റേ അങ്ങനത്തെ പൊരിച്ചതും കരിച്ചതായ ഐറ്റംസ് ഇല്ലേ, അതും നന്നായിട്ട് ഒഴിവാക്കേണ്ട സാധനമാണ്. ശരിക്കും കഴിക്കാൻ പറ്റുന്ന ഐറ്റംസ് എന്താണെന്ന് വെച്ചാൽ ഈ ഇലക്കറികളില്ലേ, അത് നന്നായിട്ട് കഴിക്കണേ. അതുപോലെ ധാന്യങ്ങൾ നല്ലപോലെ വേവിച്ചിട്ട് നന്നായിട്ട് ഉടച്ചിട്ട് കഴിക്കണം കേട്ടോ. പിന്നെ ഉള്ളത് ചെറിയ ചെറിയ മത്സ്യങ്ങളാണ്, മത്തി, മറ്റേ കൗപ്പ, അങ്ങനത്തെ എല്ലാം ചെറിയ ചെറിയ മത്സ്യങ്ങൾ എന്ത് ചെയ്യുക, ഈ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി അങ്ങനത്തെ ഇട്ടിട്ട് കറി വെക്കാൻ. അതായത് ഈ മുളക് പൊടിയില്ലേ, ചുവന്ന മുളക് പൊടി, അത് നല്ലപോലെ ഒഴിവാക്കണം കേട്ടോ. എരിവിന് ആവശ്യത്തിന് പച്ചമുളക് യൂസ് ചെയ്തിട്ട് അങ്ങനെയാണ് കേട്ടോ കഴിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ശരിക്കും ജീവിതശൈലിനെ നല്ലപോലെ മാറ്റിയാൽ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ പോകാൻ പറ്റും കേട്ടോ. ഇതുപോലുള്ള ഫുഡ് ഐറ്റംസ് എല്ലാം നോക്കി കഴിച്ചാൽ തന്നെ ഒരുപാട് അസുഖങ്ങൾ ഒഴിവാക്കാൻ പറ്റുമേ. അപ്പോൾ എന്താ നമ്മൾ ബീഫിൻ്റെ കാര്യം നോക്കിയെന്ന് കേട്ടോ. അതിനായിട്ട് 5 ഉള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ 3 തക്കാളിയും 4 പച്ചമുളക്, പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, അതെല്ലാം എൻ്റെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു കുക്കറിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 2 മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ പിങ്ക് സോൾട്ടാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ഒരു കൈപ്പിടി നിറയെ കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി, പച്ചമുളക്, ഉള്ളി അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ലാസ്റ്റായിട്ട് ഇതാ ഇഞ്ചി വെളുത്തുള്ളി ഇടുന്നുണ്ടേ. അപ്പം ഇതിലിട്ടിട്ട് പൊടികളിടാം കേട്ടോ. അപ്പം പൊടികൾ കാര്യമായിട്ടൊന്നുമില്ല, മുളക് പൊടിയാണ്. ഒരു 5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ടേ. അപ്പോൾ നമ്മളിതിൽ കുരുമുളകൊന്നും ചേർക്കുന്നില്ല കേട്ടോ, മുളക് പൊടി, മല്ലിപ്പൊടി മാത്രമേ ഉള്ളൂ. അപ്പം 5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് എന്നിട്ട് ഇടുന്നത്. പിന്നെ കപ്പ ബിരിയാണി കഴിക്കുമ്പോൾ എന്തായാലും നല്ല എരിവിൽ തന്നെ കഴിക്കണമല്ലോ.
അതുകൊണ്ടാണ് മുളക് പൊടി ഇത്ര ഇടുന്നത് കേട്ടോ. അപ്പോൾ ലാസ്റ്റായിട്ട് ഇതാ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചെടുക്കുന്നുണ്ടേ. വെളിച്ചെണ്ണ കൂടി ആയാൽ നമ്മൾ എന്ത് ചെയ്യുക, പൂർവാധികം ശക്തിയോടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. പിന്നെ മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ബീഫാണ് അതിലെല്ലാം ഉണ്ടാവും. അപ്പം കൈക്കൊന്നും ആവാണ്ട് ശ്രദ്ധിച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ കൊണ്ടാവുന്ന വിധം അതിൻ്റെ പണി കഴിച്ചിട്ടുണ്ടേ. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചെടുക്കാം. ബീഫ് മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 5-6 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോഴേക്ക് നമ്മൾ കപ്പ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് വേറൊരു ഉരുളിയിലേക്ക് മാറ്റുന്നുണ്ട്. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കണേ. നമ്മൾ വാങ്ങിയ കപ്പ നല്ല അടിപൊളി കപ്പയായതുകൊണ്ട് തന്നെ വിചാരിച്ച പോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഉടച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ടേ. പിന്നെ ചില കപ്പയൊന്നും അങ്ങനെ കിട്ടില്ല, എത്ര വേവിച്ചാലും വേവാത്ത പോലെ ഉണ്ടാവില്ലേ. ഇതെന്തായാലും അടിപൊളിയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മളെ കറി അങ്ങനെ ഉണ്ട് നോക്കട്ടോ. ഇതാ ബീഫ് നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുക, ഈ ഉടച്ചു വെച്ച കപ്പ ഒരു ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ അവിടെ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തൂക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ടേ. ഈ ഒരു ടൈമിൽ നമുക്ക് ബീഫിനെ കുറച്ചുകൂടി ഒന്ന് കുറുക്കിയെടുക്കാനുണ്ട്. അപ്പം വീണ്ടും അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു പിടി കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇനി ഇതാ എല്ലാം പറഞ്ഞ പോലെ സെറ്റായിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ മെയിനായിട്ടുള്ള കാര്യം വരുന്നത് കേട്ടോ. അപ്പം കപ്പയിലേക്ക് നമ്മൾ ബീഫ് ആവശ്യത്തിന് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് ലൂസ് പോലെയായിട്ട് തോന്നും, കുഴപ്പമില്ല. ഇതെന്തായാലും കപ്പേൻ്റെ കൂടെ ഒന്ന് മിക്സ് ആകുമ്പോൾ കുറുകി വരും കേട്ടോ. മിക്സ് ആക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റ് അതൊന്ന് ഫ്രീ ആയിട്ടൊന്ന് വെക്കുക കേട്ടോ. ആ കറിയിലൊന്ന് കപ്പയിലേക്ക് പിടിക്കട്ടെ. അതിനുശേഷം എന്താ ചെയ്യുക, ഈ പ്രോസസ്സ് നിങ്ങൾ എന്തായാലും ചെയ്യേണ്ടതാണ്. ഇതാണ് അതിൻ്റെ കപ്പ ബിരിയാണിയുടെ ടേസ്റ്റ് കൊണ്ടുവരുന്നത്, ഈ ഒരു പ്രോസസ്സാണ്. അപ്പം കുറച്ച് ഉള്ളി കട്ട് ചെയ്തതും പിന്നെ പച്ചമുളക്, മല്ലിയില ഇതെല്ലാം ഇട്ടതിന് ശേഷം ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് കൂടി വെക്കാം കേട്ടോ. ഇനി ലാസ്റ്റായിട്ട് കുറച്ചുകൂടി മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ടേ. അപ്പോൾ ഇതാ കപ്പ ബിരിയാണി റെഡി ആയിട്ടാ. അങ്ങനെ നമ്മളിത് വാഴയിലയിൽ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടാണുള്ളത്. അപ്പോൾ വാഴയില നല്ലപോലെ കഴുകി ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ടേ. അപ്പം കപ്പ ബിരിയാണി അതിലേക്ക് ഇടുമ്പം ആ വാഴയിലേൻ്റെയും ഇതിൻ്റെ ആ ഒരു സ്മെല്ല് എൻ്റെ അമ്മോ പറയാൻ പറ്റില്ല, അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും നിങ്ങൾ ഇതുപോലെ തന്നെ ട്രൈ ചെയ്താൽ ഗംഭീരമായിട്ട് കിട്ടുമേ, ഒരിക്കലും പരാജയപ്പെടില്ല, ഉറപ്പാണ് കേട്ടോ. അപ്പോൾ ഇതുപോലൊരു നല്ല മഴയെല്ലാം ഉണ്ടാകുമ്പം ഫാമിലിയിലായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് പൊതിഞ്ഞ് വെക്കുന്നുണ്ട് കേട്ടോ. ഒരു 5-10 മിനിറ്റ് അതങ്ങനെ പൊതിഞ്ഞിട്ട് അവിടെ ഇരിക്കട്ടെ. ആ ഒരു ടൈമിൽ നമുക്ക് സ്പെഷ്യലായിട്ടൊരു കട്ടൻ ചായ റെഡിയാക്കാനുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ കട്ടൻ ചായ ഉണ്ടാകുമ്പോൾ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പം വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു പിടി പുതിനയിലയും 2 ഏലക്കായ ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ചായപ്പൊടിയും പഞ്ചസാരയും ചേർത്ത് നന്നായി തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ചായ റെഡി ആയിട്ടുണ്ട്. ഈ മഴയുടെ തണുപ്പും കപ്പ ബിരിയാണീൻ്റെ എരിവും കട്ടൻ ചായേൻ്റെ ചൂടും കണ്ണും മനസ്സും ഒരുപോലെ നിറഞ്ഞു തന്നെ പറയാം കേട്ടോ. അത്ര രുചിയുണ്ടായിന്. എന്തായാലും ട്രൈ ചെയ്താൽ കിടിലനാവും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു ചമ്മന്തി കൂടിയിട്ട് ഉണ്ടാക്കിയേനെ കേട്ടോ, കാന്താരി വെച്ചിട്ട് ചമ്മന്തി, അടിപൊളിയായിനെ. അങ്ങനെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബായ്.
താങ്ക് യു ഫോർ വാച്ചിങ്.